നമസ്കാരം. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേയ്സ് ഹൈലൈറ്റ്സ് ആരംഭിക്കാം. സ്വാഗതം. തൃശൂർ കുന്നംകുളത്ത് ഉത്സവത്തിനെത്തിച്ച ആന ഇടഞ്ഞു. കൊമ്പൻ പാണഞ്ചേരി ഗജേന്ദ്രനാണ് ഇടഞ്ഞത്. ആനയുടെ ആക്രമണത്തിൽ പാപ്പാൻ വാഴക്കുളം സ്വദേശി മണിക്ക് പരിക്കേറ്റു. രാവിലെ 8:30യോടെയായിരുന്നു സംഭവം. തൃശൂർ റവന്യൂ ഡിവിഷന്റെ കീഴിൽ നടന്ന ഭൂമി തരംമാറ്റൽ അദാലത്തിൽ ലഭിച്ച 4715 അപേക്ഷകളിലും പരിഹാരമായി. തൃശൂർ, തലപ്പള്ളി, കുന്നംകുളം, ചാവക്കാട് താലൂക്കുകളിലെ അപേക്ഷകളാണ് പരിഗണിച്ചത്. ജില്ലയിലെ ഫിഷ് ബൂത്തുകളിലേക്ക് ഗുണമേന്മയുള്ള മത്സ്യം നേരിട്ടെത്തിച്ച് വിതരണം ചെയ്യുന്നതിന് മത്സ്യവടിന്റെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂർ ആനാപ്പുഴയിൽ മത്സ്യസംഭരണ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള ആനാപ്പുഴയിലെ ഫിഷ് ലാൻഡിംഗ് സെന്ററിലാണ് കേന്ദ്രം തുറന്നത്. വീതി കുറഞ്ഞ പാലത്തിലെ ഗതാഗതക്കുരുക്കിൽ വട്ടം കറങ്ങി നാട്ടുകാർ. ചേന്ദമംഗലം പഞ്ചായത്തിലെ കരിപ്പായിക്കടവ് പഴമ്പിള്ളിത്തുരുത്ത് പാലത്തിലാണ് നിരന്തരം ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നത്. എറണാകുളം ഭാഗങ്ങളിൽ നിന്നും വരുന്ന വാഹനങ്ങൾക്ക് പറവൂരിൽ നിന്നും തൃശൂർ ജില്ലയിലേക്ക് കടക്കാവുന്ന എളുപ്പമാർഗമാണിത്. കയ്പമംഗലം നിയോജക മണ്ഡലത്തിലെ കടൽ തീരത്ത് കടലാക്രമണത്തിന്റെ തോത് കണക്കാക്കി ഹോട്ട്സ്പോട്ടിൽപ്പെടുത്തിയ ഭാഗങ്ങളിൽ ട്രെഡോ പാഡ് ഭിത്തി സജ്ജീകരിക്കുന്നതിനായി തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് ഇറിഗേഷൻ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. കേരള നിയമസഭയുടെ 15ാമത് സമ്മേളനത്തിൽ ഇ.ഡി. ടൈസൺ മാസ്റ്റർ എം.എൽ.എയുടെ സബ്മിഷന് മറുപടി പറയുകയായിരുന്നു മന്ത്രി. മാള ബ്ലോക്ക് പഞ്ചായത്ത് എന്റെ പാഠം എന്റെ പുസ്തകം പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു. കാരൂർ ഭാരത വായനശാലയിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡൊമിനിക് ജോമൻ ഉദ്ഘാടനം ചെയ്തു. വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷിജി യാക്കൂബ് അധ്യക്ഷത വഹിച്ചു. എറിയാട് ഗ്രാമപഞ്ചായത്ത് 2024-25 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. വൈസ് പ്രസിഡന്റ് ഫൗസിയ ഷാജഹാൻ ബജറ്റ് അവതരിപ്പിച്ചു. ആരോഗ്യഗ്രാമം, അക്ഷരഗ്രാമം, സൂര്യഗ്രാമം, കേരള സമൃദ്ധി, ബാലസൗഹൃദം തുടങ്ങി 5 പദ്ധതികൾക്ക് മുൻതൂക്കം നൽകിയുള്ള ബജറ്റാണ് അവതരിപ്പിച്ചത്. അന്നമനട് ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡ് ആലത്തൂർ മുട്ടിത്തിറ ലിങ്ക് റോഡ് ജനങ്ങൾക്ക് തുറന്നുകൊടുത്തു. ബെന്നി ബെഹനാൻ എം.പി. ഉദ്ഘാടനം നിർവഹിച്ചു. എം.പിയുടെ പ്രാദേശിക ഫണ്ടിൽ നിന്നും 13.5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡ് നിർമ്മാണം നടത്തിയത്. സംയോജിത കൃഷിയുടെ പുത്തഞ്ചിറ മേഖലാതല നടീൽ ഉദ്ഘാടനം നടന്നു. കരിങ്ങാച്ചിറ തെക്കടുത്ത് രാമചന്ദ്രന്റെ പറമ്പിൽ നടന്ന നടീൽ CPIM മാള ഏരിയ സെക്രട്ടറി T.K. സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. അന്നമനട മഹാദേവ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ വേടപ്പറമ്പിൽ ഈശാനൻ നമ്പൂതിരിപ്പാട് കൊടിയേറ്റ് നിർവഹിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ, കൊടിപ്പുറത്ത് വിളക്ക് എന്നിവ നടന്നു. ഫെബ്രുവരി 20 വരെയാണ് ഉത്സവാഘോഷം. ടുഡേയ്സ് ഹൈലൈറ്റ്സ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾ ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. നമസ്കാരം.